എല്ലാ മലയാളി കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു യാത്ര പോവുകയാണ്. യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എവിടെയെങ്കിലും അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ആക്ച്വലി കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാനിങ്ങനെ ഒരു യാത്ര പോയി ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള പെംബ്രോക്ക് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ടൗണിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ജോലിക്ക് ആൾക്കാരില്ലാത്തതുകൊണ്ടും പിന്നെ അവിടെ പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പം ദിവസം ഇവിടുന്ന് 150 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് ഒരു 1.5 മണിക്കൂർ 1.45 അല്ലെങ്കിൽ 1 മണിക്കൂർ 3/4 മിനിറ്റൊക്കെ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പെംബ്രോക്ക് പോകുന്നത് കാണിക്കുന്നതും പിന്നെ അവിടുത്തെ സ്റ്റോർ കാണിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത്ര എഫേർട്ട് എടുത്ത് എന്നും രാവിലെ എണീറ്റ് ഈ സ്ഥലത്തേക്ക് പോകുന്നതിൽ എനിക്ക് എന്തൊക്കെ ഗുണങ്ങളും മെച്ചമൊക്കെ ഉണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എത്രത്തോളം പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ എത്രത്തോളം ഇൻകം ഒരു മാസം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഈ വീഡിയോയിൽ തരാം. അതുകൂടാതെ ഇപ്പം നിങ്ങളിരിക്കുന്നുണ്ടല്ലോ, ഞാനൊരു കാറൊക്കെ എടുത്തായിരുന്നു. അപ്പം അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. സോ സെറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. രാവിലെ എണീറ്റ് കുക്ക് ചെയ്ത് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ സമയം ഇപ്പം കിട്ടാറില്ല. കാരണം രാവിലെ എപ്പോഴും പൊതുവേ ഞാൻ 7-8 മണിക്കാണ് ഇറങ്ങുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്, കാരണം എനിക്ക് സ്കെഡ്യൂൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ പൊതുവേ ഇറങ്ങുമ്പോൾ രാവിലെ സമയം കിട്ടാറില്ല. അപ്പം 7:30 ഞാൻ പുറത്തുനിന്ന് പോയാണ് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുന്നത്. അതൊരു ചിലവാണ്. പിന്നെ അതിനകത്തുള്ള പൈസ കിട്ടുന്നതുകൊണ്ട് ഞാനത് വലിയ വിഷയമാക്കാറില്ല. പിന്നെ ഒരു ദിവസം 150 കിലോമീറ്റർ വൺ സൈഡ് ഓടിക്കുന്നുണ്ട്. അപ്പം 300 കിലോമീറ്റർ ആണ് ടോട്ടൽ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഓടിക്കുന്നത്. ആൻഡ് 3-3.5 മണിക്കൂറിന് മുകളിലാണ് ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ടൈം. അപ്പം ഞാൻ ഈ യാത്ര ചെയ്യുന്ന 3.5 മണിക്കൂറും അല്ലെങ്കിൽ 3 മണിക്കൂറും എനിക്ക് ഫുള്ളി പെയ്ഡാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുന്നു അപ്പം തൊട്ട് ഞാൻ ജോലിയിലാണ്. അപ്പം എനിക്കതിന് അവർലി പേ കിട്ടുന്നുണ്ട്. അതിന് പുറമെ കിലോമീറ്ററിന് 59 സെൻറ്റ് വെച്ചാണ് കമ്പനി എനിക്ക് തരുന്നത്. വിച്ച് മീൻസ് എനിക്ക് ദിവസം $177 ഞാൻ പെംബ്രോക്ക് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ആ ഒരു $177 ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ കാറിൻ്റെ അലവൻസ് ആയിട്ടാണ് അവർ കമ്പനി അത് തരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗ്യാസ് പ്രൈസ് നല്ല കൂടി നിൽക്കുകയാണ്. എന്നാലും ഒരു ഓൺ ആൻ ആവറേജ് നമുക്ക് $50-60 നമുക്ക് പെംബ്രോക്കിൽ 150 കിലോമീറ്ററൊക്കെ നമുക്ക് കവർ ചെയ്യാം പെട്രോളിൽ. ആൻഡ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന വണ്ടി എന്ന് പറയുന്നത് 2005 ഹോണ്ട അക്കോർഡാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുത്തേക്കുന്നത് V6 ആണ്. അപ്പം V6 എഞ്ചിൻ്റെ പ്രശ്നം വെച്ചാൽ എണ്ണ നന്നായിട്ട് കുടിക്കും. അപ്പം അതുകൊണ്ടാണ് എൻ്റെ വണ്ടിക്ക് ഇച്ചിരി മൈലേജ് കുറവില്ല. V4 അല്ലെങ്കിൽ നോർമൽ എഞ്ചിൻസ് ആണെങ്കിൽ, താഴ്ന്ന ട്രിപ്പിലുള്ള വണ്ടിയാണെങ്കിൽ പൊതുവേ നല്ല മൈലേജ് കിട്ടുന്നതാണ് കേട്ടോ. ആൻഡ് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, കാരണം ഞാൻ ഓട്ടോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ പെംബ്രോക്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അവേഴ്സ് എന്ന് പറയുന്നത് 2 സ്ഥലത്തും കമ്പൈൻ ചെയ്ത് നല്ല അവേഴ്സ് കിട്ടുന്നുണ്ട്. അതായത് ഓൺ ആൻ ആവറേജ് എനിക്കൊരു 60 അവേഴ്സ് എന്തായാലും കിട്ടാറുണ്ട്. 60-65. ഈ ആഴ്ച ഇച്ചിരി കുറവാണ്, കാരണം ഞാൻ ഓഫ് എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം മടുത്തായിരുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് അടുപ്പിച്ച് 60-70 അവേഴ്സ് ഇങ്ങനെ ജോലി ചെയ്ത് മടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ച കുറച്ച് കുറച്ചത്. പക്ഷേ ഓൺ ആൻ ആവറേജ് 60-70 അവേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, 44 അവേഴ്സിൻ്റെ മുകളിലുള്ള 7 അവറും ഓവർ ടൈം പേ ആയിട്ടാണ് കണക്കാക്കുന്നത്. വിച്ച് മീൻസ് എനിക്കൊരു $26 അറൗണ്ട് 1 മണിക്കൂറിന് കിട്ടാറുണ്ട്. ആൻഡ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബൈ വീക്ക്ലി എനിക്ക് ഏകദേശം ഒരു $2,000 അടുത്ത്, $2,000 അടുത്ത് ശമ്പളം കിട്ടാറുണ്ട്. പൊതുവേ ഞാൻ പെംബ്രോക്ക് പോകുന്നതിന് മുന്നേ 1200 അല്ലെ $1,300 വെച്ചാണ് എനിക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് ബൈ വീക്ക്ലി. ആൻഡ് അപ്പം $2,600 ആണ് എനിക്കൊരു മാസം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കൊരു 2 ആഴ്ചയിൽ തന്നെ $2,000 കിട്ടുന്നുണ്ട്. ആൻഡ് അതിന് പുറമെ ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ഡേയ്സ് ഐ ടേക്ക് പെംബ്രോക്ക്, എനിക്ക് 177
എടുക്കണം 4 or 3 തവണയാണോ പോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ കിട്ടാറുണ്ട്. അത് ഏകദേശം 1000-നും 1400-നും ഇടയ്ക്ക് വരും. അപ്പം എനിക്ക് ഏകദേശം 3500 അല്ലെങ്കിൽ 3100-200 അങ്ങനെയൊക്കെയാണ് വരാറ് പേ വരുന്നത്. അപ്പം എക്സ്പെൻസും വണ്ടിയുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എനിക്കൊരു $2,500 ബാക്കി വെക്കാൻ കിട്ടാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ പെംബ്രോക്ക് കഷ്ടപ്പെട്ട് പോകുന്നതിൻ്റെ കാര്യം. കാരണം നാട്ടിലെ ലോൺ ഇനി അടച്ചു തീർക്കാനുണ്ട്, പിന്നെ വേറെ പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനതുകൊണ്ടാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ പൈസ എടുക്കാം. കൂടാതെ വണ്ടി എടുത്തതിന് പിന്നെ ഭയങ്കര എക്സ്പെൻസ് കൂടി. കാരണം ഗ്യാസിൻ്റെ എക്സ്പെൻസ് ഇപ്പോൾ കുഴപ്പമില്ല, അവർ കവർ ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഗ്യാസിൻ്റെ എക്സ്പെൻസ്, പേഴ്സണൽ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൂടാതെ ഇൻഷുറൻസ് ഉണ്ട് കാറിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 450 നോർമൽ. എനിക്ക് ജി ലൈസൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് എമൗണ്ട് കുറവാണ്. നോർമലി 450 ഇൻഷുറൻസ് വരുന്നത്. എനിക്ക് $150-160 ഇൻഷുറൻസ് തീർന്നു പോകും. പിന്നെ ഞാൻ അടവിനൊന്നും അല്ല എടുത്തേക്കുന്നത്, ഫുൾ പേയ്മെന്റ് കൊടുത്താണ് കാർ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഇൻഷുറൻസ് തേർഡ് പാർട്ട് ആട്ടോ, അതുകൊണ്ടാണ് അത്രയും പൈസ കുറഞ്ഞു കേട്ടോ. അല്ലെ നോർമലി നല്ല പൈസ വരേണ്ടതാണ്. ഫുൾ കവറേജ് ഒക്കെ ആണെങ്കിൽ 400-450 വരേണ്ടതാണ്. എനിവേസ്, അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല, ലൈക്ക് ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ പെംബ്രോക്ക് പോയി കാണിച്ച് അവിടുത്തെ 2-3 പേരൊക്കെ പരിചയപ്പെടുത്തി തരാം. കാരണം പെംബ്രോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാനഡ എന്ന് വിചാരിക്കുമ്പോൾ വലിയ സിറ്റി, ടൗൺ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പെർസെപ്ഷൻ. പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ കാനഡ എന്ന് പറയുന്ന സ്ഥലത്ത് എത്രത്തോളം വിജനമായ പ്രദേശങ്ങളും, അതായത് ആൾതാമസം ഇല്ലാത്ത, തീരെ ആൾതാമസം കുറവുള്ള സ്ഥലങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിവിടെ വരിക തന്നെ വേണം. കാരണം ടൗൺ ആണെങ്കിൽ പൊതുവെ ടൗണിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും തിങ്ങി പാർക്കുകയാണ് ടൗണിൽ. അതേസമയം ബാക്കി സ്ഥലമൊക്കെ ഇങ്ങനെ വിജനമായ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൗൺ ആട്ടോ ഇവിടെ പെംബ്രോക്ക് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നല്ല നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ ഒട്ടവേ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു എന്തോ കുറച്ചിൽ പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ കുറവുള്ള പോലെ തോന്നും. പക്ഷേ എനിവേസ് നല്ല സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി അങ്ങോട്ട് മൂവ് ചെയ്താലോ എന്നൊക്കെ വരെ ആലോചിച്ചായിരുന്നു. എന്തായാലും ഞാൻ കമ്പനിയോട് സംസാരിച്ചിട്ടുണ്ട്, എന്താവും എന്നറിയില്ല. PR-ന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു സഹായം ആകുമെന്ന് കരുതിയിട്ടാണ് സംസാരിച്ചത്. പക്ഷേ എനിവേസ് നമുക്കതൊക്കെ വരും വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവർക്ക് 2 കോഫി മേടിച്ചിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക്. അത് കൊടുക്കണം, പോയി നോക്കാം. Everything good? That big one is for you. Say hi. Thank you so much. Hi there. Huh? That's yours, bro. We are making KFC pakoras. Pakoras? Pakoras. This is Fritters. pakoda? KFC pakoras. Okay. അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഡ്രസ്സ് മാറി പണിയെടുക്കണം. So guys, time to work.
ഗൈസ് ഇത് ഇവിടുത്തെ ബേസ്മെൻ്റ് ആണ്. എവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. കാണാൻ വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. പഴയ ഒരു സ്റ്റോറാണിത്. നമ്മൾ ഈ ഉന്തുവണ്ടിയിലാണ് സാധനങ്ങളൊക്കെ വലിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ മൊത്തം പായൽ പോലെ. ഓക്കെ, calm down. അയ്യോ, I'm unstoppable. You heavy. Yeah. Oh, I'm seasoning. Okay, I'll go put it. ഈ സാധനം കണ്ടോ? ഈ സാധനമാണ് KFCൻ്റെ സീക്രട്ട് ആയിട്ടുള്ള മറ്റേ പൊടി. അതിനകത്ത് എന്താ ഉള്ളതെന്ന് പോലും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താ ഉള്ളതെന്ന്. അതിനകത്ത് 11 ഹെർബ്സ് ഉണ്ട്. അത് 11 തരം സ്പൈസുകൾ ചേർത്തിട്ടുണ്ടാക്കിയ പൊടിയാണ് ഈ സാധനം. ഈ സാധനം ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് KFC ചിക്കന് ഫ്ലേവർ വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഉപ്പും കുരുമുളകും വേണേൽ ഗാർലിക്കും ജിഞ്ചറും കുറച്ച് പെപ്പറോ അങ്ങനത്തെ എന്തൊക്കെയോ തോന്നുള്ളൂ. വലിയ ഇതൊന്നും തോന്നില്ല. എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടാവും. ഹൂ കെയർസ്. അപ്പോൾ ബേസിക്കലി ഇവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതൊരു കണ്ടോ പഴയ സംഭവമാണ്, പഴയ സെറ്റപ്പാണ്. ഭയങ്കര ഒരു വൃത്തി കുറവാണ് ഇവിടെ. എന്ത് ചെയ്യാൻ, കുറച്ച് നാൾ അടച്ചൊക്കെ ഇട്ടു, എംപ്ലോയീസ് ഒന്നും ഇല്ലാതെ. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പഴയ മാനേജ്മെൻറ്റ് എല്ലാ പഴയ ഡോക്യുമെൻറ്റ്സും പഴയ സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പകുതി ഇപ്പോഴാണ് ഞങ്ങൾ വന്നേ പിന്നെയാണ് ഇവിടെ കുറച്ചെങ്കിലും വൃത്തിയാക്കി എടുത്തത്. ഇനിയിപ്പോൾ കുറേ പണിയുണ്ട് ഇവിടെ പിന്നെയും. സോ ഇത് തീർക്കട്ടെ. Can you do the things? Yeah. Okay. No. Way too windy here. Oh god. So this is what people are gonna get motivated by this. You're smoking. They're gonna come to Canada seeing this. Inspired to come smoke in Canada. Yeah, we don't have weed in India. Is weed legal in your country? Yeah. Oh, in Korea? Yeah. No. Yeah. Same in India. Yeah. It's legal here. Yeah. All the weed you want. So guys, അങ്ങനെ വൈകുന്നേരം രാത്രി 7 മണിയായിരിക്കുകയാണ്. എൻ്റെ ഷിഫ്റ്റ് ഏകദേശം കഴിയാനായിരിക്കുകയാണ്. അതിന് മുന്നേ എനിക്ക് കുറച്ച് പേപ്പർ വർക്ക് ചെയ്ത് തീർക്കാണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഷിഫ്റ്റ് എത്ര മണിക്കൂറുണ്ടായിരുന്നു? രാവിലെ 9:30 മുതൽ രാത്രി 7:30 വരെ. പിന്നെ അതുകൂടാതെ 3 മണിക്കൂറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡ്രൈവ്, മൊത്തം 4 മണിക്കൂർ. അപ്പം ഏകദേശം ഇപ്പോൾ ഓൾറെഡി ടയേർഡായി, മടുത്ത് തുന്നം പാടി. ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ബ്രേക്കൊക്കെ എടുത്തു. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നല്ല തിരക്കാട്ടോ ഇവിടെ. നോർമലി എൻ്റെ സ്റ്റോറിൽ ഉള്ളതിനേക്കാളും തിരക്കാണ് ഇവിടെ. എൻ്റെ സ്റ്റോറിൽ $2,500 ആയിരിക്കും സെയിൽ ആവറേജ്. ഇവിടെ 4,500
5,000 ഒക്കെ സെയിൽ വരുന്നത്. അതുകൊണ്ട് നല്ല മടുപ്പാണ്. വിച്ച് ഈസ് ഓക്കെ ബിക്കോസ് കാരണം നല്ല സെയിലുള്ളതുകൊണ്ടാണ് അവർ നമ്മളിവിടെ വിട്ടേക്കുന്നത്. ഇവിടുത്തെ സ്റ്റോർ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പണി, അവർക്ക് ഒരുപാട് സെയിൽ നഷ്ടമാവും. അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. സോ ലെറ്റ് മീ ഫിനിഷ് മൈ ജോബ്. ഇന്ന് വന്ന സാധനങ്ങളുടെ, ഇന്ന് രാവിലെ ഞാനിങ്ങനെ പെറുക്കി വെക്കുന്നുണ്ടല്ലോ സാധനങ്ങളൊക്കെ, അതിൻ്റെ ലിസ്റ്റാട്ടോ. അപ്പം അതടിച്ച് കയറ്റണം. ഓക്കെ ക്രിസ്, ബൈ ബൈ. സോ അങ്ങനെ ഗൈസ്, എൻ്റെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരണം തോന്നി, അതുകൊണ്ട് കാണിക്കുന്നു. ആൻഡ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ടോണി ടോജോ സൈനിങ് ഔട്ട് ഫ്രം പെംബ്രോക്ക്. ബൈ. Mm-hmm.